ഹായ് ഹലോ വെൽക്കം ടു സി ബാങ്ക്. സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യാനോ MCQ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷനെ പറ്റി പറയാനൊന്നുമല്ല. അതൊരു സന്തോഷകരമായ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പരീക്ഷനെ പറ്റി പേടിപ്പിക്കലും അതേപോലെ തന്നെ MCQ ഡിസ്കഷൻ മാത്രം പോരല്ലോ, നല്ല വാർത്തകൾ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാം. കുറച്ച് വൈകി, എന്നാലും അത് സാരമില്ല. ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കാണാം. ഓക്കെ, എന്താണ് ആ വാർത്ത? നമ്മളൊക്കെ അറിഞ്ഞൊരു വാർത്തയായിരുന്നു നമ്മളെ കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ എക്സാമിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലെ. അവിടെ നിയമന തടസ്സങ്ങൾ ഉണ്ടാവുന്നു, അവിടെ മറ്റു പല ഇഷ്യൂ ഉണ്ടാവുന്നു ഒക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നമ്മൾ കണ്ടു. പക്ഷെ അതിന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളും പലയിടത്തും പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അവിടെ ആ വ്യാഖ്യാനങ്ങൾക്കൊക്കെ, അതായത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വ്യാഖ്യാനം ആയിക്കോട്ടെ, അതിനൊക്കെ പ്രോപ്പർ ആയിട്ടൊരു ഉത്തരം ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഉത്തരം വളരെ, അത് പറയുമ്പോൾ തന്നെ വളരെ അഭിമാനവും അതേപോലെ സന്തോഷമുണ്ട്. എന്താണ്, നമ്മളെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തടസ്സം നീങ്ങി 409 പേർക്കാണ് നിയമനം ലഭിച്ചത്. ഒന്നും രണ്ടും അല്ല, 409 പേർക്കാണ് നിയമനം ലഭിച്ചത്. അപ്പൊ 409 പേർക്ക് നിയമനം ലഭിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെ നിയമനം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. കാരണം അവര് റിസൾട്ട് വന്നു, അതായത് അവര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ അഡ്വൈസിന്റെ മെമ്മോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവിടെ എവിടെയാണോ പോയി ജോലി അനുഷ്ഠിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. നമുക്കത് മാനസികമായും വളരെയധികം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. അവരെ ആ ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം. അപ്പോ അവർക്ക് ഒരു സന്തോഷം ആണ് ഈ ഒരു നിയമനം എന്ന് പറയുമ്പോൾ തന്നെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, അവിടെ ഓരോരോ ലിസ്റ്റിലും പെട്ട എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അവിടെ നോക്കാം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് ആദ്യമായിട്ടാണ് PSC വഴി നിയമനം നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് PSC മുഖാന്തരമായുള്ള നിയമനം നടത്തുന്നത്. അവിടെ നിയമന നില കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് 207 പേർക്കും സൊസൈറ്റി കാറ്റഗറി ലിസ്റ്റിൽ നിന്നും 202 പേർക്കുമാണ് അവിടെ നിയമനം ലഭിച്ചിരിക്കുന്നത്. നമുക്കവിടെ എല്ലാം ഒന്നും പറയുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. ജനറൽ കാറ്റഗറി ഓപ്പൺ മെറിറ്റിൽ 151, ഈഴവ 162, SC 681, ST സപ്ലിമെന്ററി 3, മുസ്ലിം 401 എന്നിങ്ങനെ അവിടെ നിയമന നില അവിടെ കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എന്തായിരുന്നു അവിടെ ഒരു പ്രശ്നം എന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. തസ്തികയിലുണ്ടാകുന്ന നിയമ തടസ്സം ഒന്നാകെ നീങ്ങിയിട്ടുണ്ട്. നിയമനം സ്റ്റേ ചെയ്ത നടപടി നീക്കി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതോടുകൂടിയാണ് PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന നടപടികൾ ആരംഭിച്ചത്. 2025 ജൂലൈ 30 409 പേർക്കായിരുന്നു PSC നിയമന ശുപാർശ നൽകിയിരുന്നത്. ഇവരുടെ നിയമന നടപടികൾ കേരള ബാങ്ക് ആരംഭിച്ചു. നിയമന നടപടികൾ ഹൈക്കോടതിയുടെ അന്തിമ വിധിക്കു വിധേയമായിരിക്കും എന്നും കൂടെ അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിന് ഉള്ളില് ആ ഒരു ജോലി ലഭിച്ച ആൾക്കാർ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ടാവും അല്ലെ. അപ്പോ ഈ ഒരു വീഡിയോ കാണുന്നവരില് നമ്മളെ ജോലി ലഭിച്ച പലരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് നിങ്ങളെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അഭിമാനിക്കാം. കൂടാതെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ സന്തോഷ വാർത്തകൾ പറഞ്ഞു. അതുകൂടാതെ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ പറ്റി കൂടെ നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കട്ടെ. നമ്മൾ അപെക്സ് സൊസൈറ്റിയുടെ ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ JCAയുടെ സിലബസ് പോലെ തന്നെയായിരിക്കും നമ്മളെ സിലബസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പഠനം നമുക്ക് ഇപ്പോഴേ ആരംഭിച്ചു തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇപ്പോഴേ ആരംഭിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്? കാരണം നമ്മൾ സിലബസ് പറയുന്ന സമയത്ത് തന്നെ കുറച്ച് വലിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ആദ്യം മുതലുള്ള പഠനം നമുക്ക് അനിവാര്യമാണ്. മറ്റ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിനെപ്പറ്റി, അതായത് ഈ ഒരു നിയമനത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുമായി നമുക്ക് ഒന്നുകൂടി വരാം. അപ്പൊ അപെക്സ് സൊസൈറ്റിയിലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകളും മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു ഫ്രീ
ചാനൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു ഫ്രീ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് അതിലൂടെ തീർക്കാവുന്നതാണ്. കൂടാതെ ഒരു ഗൂഗിൾ ഫോം കൂടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് CSEB എക്സാമുകളെ പറ്റി ആയിക്കോട്ടെ, അതുപോലെ ഇത്തരത്തിലുള്ള മറ്റ് എക്സാമുകളെ പറ്റി ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം മുഖാന്തരം ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ നിയമനം കിട്ടിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഇനി അടുത്തൊരു, അതായത് ഇതേപോലെ 409 പേര് നിയമനം ലഭിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞു, അതേപോലെ നിങ്ങൾക്കും ഒരു അപ്പെക്സ് സൊസൈറ്റിയിൽ എന്താവും ജോലി ലഭിക്കാൻ ഉള്ള വഴി ഇതാ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ബാച്ചിനെ പറ്റി സൂചിപ്പിക്കട്ടെ. നമ്മളെ അപ്പെക്സ് സൊസൈറ്റിയുടെ ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. ഇപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ദിവസം നമ്മളെ പുതിയ ഇൻഫർമേഷൻസ് ആയിട്ടും അതുപോലെ എക്സാം ടിപ്സ് ആയിട്ടും എക്സാമിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പൊ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.